നമ്മൾ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പറയുന്നത്. ഗോൾഡിന്റെ പ്രൈസ് ഇങ്ങനെ ഒരു വലിയ ലെവലിലേക്കുള്ള ഒരു ഹൈക്കാണ്. ഇപ്പോൾ ഓരോ ലെവലിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള നമ്മളെ സ്കില്ലിനെ പുഷ്. വയനാട്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട്. വൈ മോറി ക്യാപ്? ഞങ്ങൾ 90s കിഡ്സ് ആണ്, നിങ്ങൾ 80 കിഡ്സ് ആണ്. എനിക്ക് വയസ്സ് പറയുന്നില്ലെങ്കിൽ 83 ബോണാണ്. വയനാട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് മുതൽ ആദിവാസികളുടെ നാട് എന്നുള്ളൊരു പേര്. തലശ്ശേരിന്റെ ഫുഡും വയനാടിന്റെ നാച്ചുറും അതൊക്കെ ഇങ്ങോട്ട് ഒരു ബ്ലെൻഡ് ആയിട്ടാണ്. സച്ചിന് സെഞ്ചുറി അടിക്കും. സച്ചിന് സെഞ്ചുറി അടിച്ചാൽ ഇന്ത്യ തോറ്റോ? ഇതൊക്കെയാണ് നമ്മുടെ സംശയം. ഒരു ജ്വല്ലറി തുടങ്ങണമെങ്കിൽ 100 CR എങ്കിലും വേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു 100 ജ്വല്ലറി വരുമ്പോൾ അത് എവറി ഡേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 5 ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു ബ്രാൻഡ് തുടങ്ങി. പിന്നീട് കാലങ്ങൾക്കപ്പുറം അത് വലിയൊരു ബ്രാൻഡായി മാറി. എല്ലാവർക്കും സുപരിചിതമായൊരു ബ്രാൻഡാണ് മോറി ക്യാപ്. അതിൻ്റെ പിന്നിലുള്ളൊരു വ്യക്തി, അദ്ദേഹം ഇന്ന് ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ 100 ബ്രാഞ്ച് എന്നൊരു വലിയ വിഷനുമായിട്ട് യാത്ര തുടങ്ങി. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പം 7ാമത്തെ ബ്രാഞ്ചിൻ്റെ പണിപ്പുരയിലാണുള്ളത്, കാലിക്കറ്റിലേക്ക്. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ഏൺ ചെയ്തെടുക്കാനുണ്ട്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ നിഷിൻ തസ്ലീം, ദ ചെയർമാൻ ഓഫ് നിഷ് ക്യാമൻഡസ് ജ്വല്ലറി. നിഷിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നിഷിനൊരു വയനാട്ടുകാരനാണ്. അപ്പം വയനാട് എന്ന് പറയുമ്പോൾ ടൂറിസത്തിൻ്റെ ഒരു ക്യാപിറ്റലാണ് കേരളത്തിൻ്റെ. അപ്പം അവിടെ നിന്നായിരുന്നു നിങ്ങളെ തുടക്കം അല്ലേ? അതിൻ്റെ മുന്നേ എനിക്കൊന്ന് ഒരുപാട് ബ്രാൻഡുകളിൽ വലിയൊരു പാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ കഥയൊന്ന് കേൾക്കണം, നമുക്ക് തുടങ്ങാം. ഞാൻ യഥാർത്ഥത്തിൽ ജനിക്കുന്നത് കൂർഗിലാണ്. കൂർഗിൽ ജനിക്കാൻ കാരണം എൻ്റെ ഫാദർ കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് പിന്നെ നരിക്കുനി എന്ന സ്ഥലത്താണ് അവരുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറൊക്കെ. അവർ ബിസിനസ്, മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു അന്ന്, ബിസിനസ്സിലേക്കായിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൽപ്പറ്റ സ്വദേശത്ത് വന്നു. കൽപ്പറ്റയിൽ ഒരുപാട് സാധ്യതകൾക്ക് ശേഷം ഫൈനലി സെറ്റിൽ ചെയ്തത് കോഫി പ്ലാന്റേഷൻ ആയിട്ടാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു നാട്ടിലെ ഒരു അധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ മേഖലയിൽ മാനേജ്മെൻറ്റ് സ്കില്ലിലൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ ആ ഒരു സംഭവം ഒരുപാട് ഇൻസൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഫാദർ കൂർഗിലാണ്. അവർ ബേസിക്കലി തലശ്ശേരിയാണ്, പക്ഷേ കർണാടകയിലായിരുന്നു. അതെ. അവർ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലാണ്. അതേപോലെ തന്നെ 2 ഫാമിലിയും ബേസിക്കലി റെസ്റ്റോറൻറ്റ് ആൻഡ് ലോഡ്ജിങ് ബിസിനസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫ്ലറിഷ് ചെയ്ത് പിന്നെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കോഫി പ്ലാന്റേഷനാണ്. പിന്നീട് കോഫീൻ്റെ വാലി, കോഫി, പെപ്പർ, അതുപോലെ തന്നെയുള്ള ഓറഞ്ച്, ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റേഷൻ ആയിരുന്നു നമ്മൾ മേജറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്ലാന്റേഷൻ മേഖലയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. പ്ലാന്റേഷൻ മേഖലയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സെല്ല് ചെയ്യുന്നൊരു കാര്യം തന്നെ, ഇപ്പോൾ മോറി ക്യാപ് പറഞ്ഞപ്പോൾ തന്നെ മോറി ക്യാപ്പിലൊരു സെല്ലിംഗ് പോയിന്റ് ഒരു പ്ലാന്റേഷൻ ലൈഫാണ്. സ്ട്രെസ് ഫ്രീ ലൈഫാണ്. ആളുകൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണെന്ന് തോന്നുന്നു. പ്ലാന്റേഷനിൽ പോയി നിൽക്കുക, ഗ്രീനറി കാണുക. എസ്പെഷ്യലി കോഫി ഒരു പെരീനിയൽ ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെ വൺസ് ഇൻ എ ഇയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നീട് നമ്മളൊരു 120 ഏക്കേഴ്സാണ് നമുക്ക് വയനാട്ടിലുള്ളത്. അവിടെയാണ് നമ്മൾ മോറി ക്യാപ് ഡെവലപ്പ് ചെയ്തത്. അപ്പം അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ജ്വല്ലറി ഇൻഡസ്ട്രിയിലാണ്. വൺ ഓഫ് ദ ടോപ്പ് ജ്വല്ലറിയാണ് ഇവിടുത്തെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യും മാത്രമൊന്നുമില്ല, 8 ബ്രാഞ്ചസ് ആയിരുന്നു. നിയർ അബൌട്ട് 400 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു ബ്രാൻഡിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയായി. ഞാനൊരു 12 വർഷം ഞാൻ അതിൽ വർക്ക് ചെയ്ത്, നിയർ അബൌട്ട് 12 ഇയേഴ്സ്. ഞാൻ 2005 മുതൽ 2017 വരെ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് CARHS മാത്രം, കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹൈസ്കൂളിലാണ് എൻ്റെ സ്കൂളിങ്ങും. പിന്നെ വയനാട്ടിലുമായിരുന്നു. വയനാട്ടിൽ എൻ്റെ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻ്റ് ആയിരുന്നു, BBA ആയിരുന്നു, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എൻ്റെ സ്പെഷ്യലൈസേഷൻ റീറ്റെയിലിംഗ് ആയിരുന്നു എനിക്ക് കൂടുതൽ. അന്നത്തെ ഒരു ട്രെൻഡ്, അന്നത്തെ ഒരു
നമ്മളൊരു കേസ് സ്റ്റഡിയൊക്കെ, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. യെസ് യെസ് സ്വാഭാവികമായിട്ടും ഏറ്റവും സ്കോപ്പുള്ളൊരു ബിസിനസ് റീറ്റെയിൽ ബിസിനസ് ആയതുകൊണ്ടാണ് ഞാൻ ആ സ്പെഷ്യലൈസേഷൻ അന്ന് പ്രിഫർ ചെയ്തു. അന്ന് യാദൃശികമായിട്ട് പ്രിഫർ ചെയ്താണ്. ഒരു ബേസിക് മാർക്കറ്റ് നോളജ് വെച്ചിട്ടാണ് ഞാനത് പ്രിഫർ ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എന്താണ് ഒരു ബിസിനസ് എക്സ്പോഷർ നമുക്ക് ഉണ്ടായിരുന്നു. ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മളെന്നും എങ്ങനെയാണ് ഈ പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് എന്താണ് ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കാര്യത്തിൽ ഓർമ്മ ഉണ്ടെങ്കിൽ പ്ലാന്റേഴ്സിൽ വർക്കേഴ്സ് വരുന്നുണ്ട്. അവരെന്താണ് അവർക്ക് വീക്കിലിയാണ് നമ്മൾ പേയ്മെൻറ്റ്സ് കൊടുക്കുക. പിന്നെ അവർക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്, അവർ കുറേ ആക്റ്റുകളൊക്കെ നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആക്റ്റുകളൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സെന്നും ഫാദേഴ്സെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ബിസിനസ്സിനോട് അന്നേ താല്പര്യമുണ്ട്. പിന്നെ ഒരുപാട് ഈ എഡ്യൂക്കേഷനും കൂടി കിട്ടിയത് കൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. ആയതാണ്. പക്ഷെ പിന്നെ എങ്ങനെ അത് ജ്വല്ലറിയിലേക്ക് പോയത്? ഇനീഷ്യലി ഒരു കരിയർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഉള്ളത് കൊണ്ടാണോ? ഇതൊരു മാനേജ്മെൻറ്റിലേക്കുള്ള ഒരു ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബിസിനസ് മാത്രമല്ല, ഞങ്ങളെ ഗ്രാൻഡ് ഫാദറിന് അതേപോലെ അങ്കിളിനും എന്താണ് ഈ ജ്വല്ലറി ബിസിനസ് ഉണ്ടായിരുന്നു. ഫാദർ ഓൾറെഡി ഒരു എൻ്റർപ്രനേഴ്സ്, അവർക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട്. ലൈക്ക് ഓട്ടോമൊബൈലിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ജ്വല്ലറി ബിസിനസ്സില്ല. സ്മോൾ സ്കെയിലായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെറുപ്പം മുതലേ ജ്വല്ലറി ആയതുകൊണ്ട് കുറച്ചും കൂടി ഓട്ടോമൊബൈൽ നമുക്ക് വലിയ താല്പര്യമുണ്ട്. ജ്വല്ലറിയിലെ ക്ലയൻറ്റും ഓട്ടോമൊബൈൽ ക്ലയൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഓഫ് കോഴ്സ് ആ റീറ്റെയിലിംഗ് നമ്മളെപ്പോഴും എന്താണ് ചെറുപ്പകാലങ്ങൾ മുതലേ എന്താണ് കൂർഗിലായിരുന്നു നമുക്ക് ബിസിനസ് ഉണ്ടായിരുന്നത്, ജ്വല്ലറി ബിസിനസ്. ചെറുപ്പം മുതലേ ആ ജ്വല്ലറിയിലായിരുന്നു നമ്മൾ വളർന്നത്. വെക്കേഷൻസിലൊക്കെ അവിടെയായിരുന്നു ഉണ്ടാവുക. അങ്ങനെയാണ് ജ്വല്ലറിനോട് താല്പര്യം വന്ന് അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൂടി. അപ്പോൾ അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ മാസ്റ്റർ ഡിഗ്രി എൻ്റെ ഒരു ജ്വല്ലറി ബിസിനസ്സിലല്ല, ഒരു ജ്വല്ലറി ബിസിനസ്സിലൊരു പാർഷ്യലി ഓണറായിട്ടാണ് അവിടെ കിട്ടിയത്. നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു ഡയറക്ടറായിരുന്നു ഞാനതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിങ്. അപ്പോൾ അതൊരു വലിയൊരു വിഷനറി ഉള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നോളജ് നമുക്ക് എന്താണ് അക്വയർ ചെയ്യാൻ സാധിച്ചു. അക്കാഡമിക് നോളജും കൂടി എന്താണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ആ ഒരു സമയത്ത് MBA ചെയ്യുന്നു, അതിൽ തന്നെ ഒരു റീറ്റെയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു, പിന്നെ ഒരു വലിയ വിഷനുള്ളൊരു ബ്രാൻഡിൻ്റെ കൂടെ ഒരു ജേണി, അതൊക്കെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അതെ, അന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഒരു റീറ്റെയിൽ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി കേരളത്തിലേക്ക് ഒരു റീറ്റെയിലേക്കുള്ളത് ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയായിരുന്നു ഒരു റീറ്റെയിലിനെ കുറിച്ചിട്ടൊരു വിഷനും ആ വിഷൻ കണ്ടിട്ടാണ് അന്നൊരു 500 സ്റ്റോഴ്സ് എന്നുള്ളൊരു വിഷനായിരുന്നു ആ കമ്പനിക്ക്. ആ ഒരു വിഷനിലാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് എക്സ്പോഷർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കമ്പനി. തീർച്ചയായിട്ടും ആ എക്സ്പോഷർ നന്നായിട്ട് കിട്ടി, ഒരുപാട് നോളജ് കിട്ടി, ഒരുപാട് നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, ഒരു പ്രാക്ടിക്കൽ നോളജ്. അങ്ങനെ അവിടെ നിന്നാണ് മോറിക്യാപ്പ് എന്നുള്ളൊരു ബ്രാൻഡ്, ഒരു ഡ്രീം ബ്രാൻഡിലേക്ക് വരുന്നത്. പക്ഷെ ഇവന്തോ അപ്പം നിങ്ങൾ വയനാട്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. വൈ മോറിക്യാപ്പ്, അല്ലെങ്കിൽ മോറിക്യാപ്പിൻ്റെ പിന്നിലൊരു വിഷൻ എന്തായിരുന്നു, ആ ഒരു തോട്ട് പ്രോസസ് എന്തായിരുന്നു? മോറിക്യാപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ വളർന്നു വന്ന ഐ എം നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ഇൻ എന്താണ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ വലിയ നോളജൊന്നുമില്ല. ഞാൻ വലുതാകുമ്പോൾ തന്നെ എന്തായി, എൻ്റെ ഫാമിലിയൊക്കെ എന്താണ് പിന്നെ ലാൻഡ് ലോഡ്സായി മാറി. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ എന്താണ് ഹോട്ടൽ ബിസിനസ്സിലേക്ക് എന്താണ് അതൊക്കെ കുറഞ്ഞു. ബിസിനസ്സിലേക്ക് കോഫി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടാണ്. ആ ലൈഫ് സ്റ്റൈൽ ഇസ് എൻ്റർലി ഡിഫറെൻറ്റ്. ദേ വെർ എൻജോയിങ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കണ്ട ചെറുപ്പം മുതൽ എൻ്റെ കഥകളും എൻ്റെ മദർ എന്നോട് പറഞ്ഞത്, എൻ്റെ ഗ്രാൻഡ് ഫാദർ കുക്ക് ചെയ്യായിരുന്നു. തലശ്ശേരിയാണ് ബേസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ബിരിയാണിയുടെ പഴം നിറച്ചത് കടികളാണ് അവിടെ, ഓരോ കടികളും ഉണ്ടാക്കും. ഉമ്മ എൻ്റെ വീട്ടിലെന്താണ് വയനാട്ടിൽ കുറേ ആളുകൾ മാരേജ് ചെയ്ത് വന്നത് കോഴിക്കോട് നിന്നും തലശ്ശേരി വളരെ ആളുകളാണ് വയനാട്ടിലേക്ക് വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരിയിലുള്ള ആളുകൾ അവിടെയുള്ള ആളുകളെ തന്നെയാണ് കല്യാണം കഴിക്കുള്ളൂ. ഭാര്യ വീട്ടിലാണ് താമസം. അപ്പോൾ വളരെ ഉമ്മാൻ്റെ കഥകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വയനാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നും പല ആളുകളും പുലി വരുന്നുണ്ടോ, ആന വരുന്നുണ്ടോ. തമാശ. ഇപ്പം ഞാൻ വയനാട്ടിൽ കല്യാണം കഴിച്ചത്. അപ്പോൾ നമ്മളെങ്ങനെ തമാശകൾ പണ്ട് മുതൽ ആദിവാസികളുടെ നാട് എന്നുള്ളൊരു പേര് അത് പറയുമ്പോൾ തന്നെ അവള് തെറ്റി. അവിടെ ഞങ്ങൾ ഊഞ്ഞാലിലാണോ പോവുക, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഏറ്റവും നല്ല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. കമ്പാരിറ്റീവ്ലി എന്താണ് ഒരു തലശ്ശേരിക്കാരി, എൻ്റെ ഉമ്മ തലശ്ശേരിക്കാരിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തടിയിലും കാണാം. തീർച്ചയായിട്ടും അതിപ്പോൾ എൻജോയ് ചെയ്യുന്നത്. തലശ്ശേരിന്റെ ഫുഡും വയനാടിന്റെ നാച്ചുറും അതൊക്കെ ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ. അപ്പോൾ എസ്പെഷ്യലി ഒരു മലബാറി, നോട്ട് ഓൺലി ഇപ്പോൾ ഞാൻ തലശ്ശേരി മാത്രമല്ല,
എസ്പെഷ്യലി തലശ്ശേരി. ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും ചെറുപ്പകാലങ്ങളിൽ ഞാൻ തലശ്ശേരിയിലേക്ക് ഉമ്മാൻ്റെ കൂടെ കല്യാണങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് വിശേഷങ്ങൾ, അവർക്ക് വളരെ കെയറിങ്ങും ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. ഹോസ്പിറ്റൽ അത് കണ്ണൂർ മൊത്തത്തിൽ, തലശ്ശേരിയും അതിൽ കുറച്ചുകൂടി സ്പെസിഫിക് എത്ര ആയിട്ട് തടി കണ്ണൂർ ഉണ്ടെങ്കിലും അവർ മൊത്തത്തിൽ. ചോദിക്കും ക്ഷീണിച്ചു പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ, എന്താ പറ്റിയെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇത്രയും ഹോസ്പിറ്റാലിറ്റി ആ ഒരു കൾച്ചറിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പിന്നെ അവർ വെരി സപ്പോർട്ടീവാണ്. തീർച്ചയായും. ഇപ്പം ഞാൻ എൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ, മറ്റ് സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പോക്കറ്റ് മണി കൊടുക്കുക എന്നുള്ളത്. യെസ്, കയ്യിലേക്ക് ചെറിയ കുട്ടികളാണെങ്കിലും പോകുമ്പോൾ എല്ലാവരും കൂടി കുറച്ച് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ തരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ് ഉണ്ട്, അവരെല്ലാവരും വെരി ഹെൽപ്പിംഗ് ആണ്. ഹെൽപ്പിംഗ് ഇൻ ദ സെൻസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അത് കുറച്ചുകൂടി ഡിസ്റ്റൻസ് ആണെങ്കിൽ അവർ കെയറിങ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തന്നെയാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ എല്ലാവരും കൂടി സഹായിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആ ഒരു ഭാഗത്താണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളൂ. മറ്റു ഭാഗങ്ങൾ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കുറച്ചും കൂടി ഞാനിപ്പോൾ വയനാട്ടിൽ ജീവിക്കുന്നത്, കാരണം വയനാട് ഒരു മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. ഡിഫറെന്റ് ആളുകൾ വന്നിട്ട് കോഴിക്കോട് നിന്ന് വന്ന ആളുകളുണ്ട്. എൻ്റെ ഫാമിലി എന്താണ്, ഉപ്പാൻ്റെ ഫാമിലി കോഴിക്കോടാണ്, ഉമ്മാൻ്റെ ഫാമിലി തലശ്ശേരി. പക്ഷേ തലശ്ശേരിയിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ഒരു കൈ കോർക്കുന്നതാണ്. തലശ്ശേരി വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓഡിയൻസ്, തലശ്ശേരിക്കാർക്ക് സന്തോഷം. അല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാനും അത് അനുഭവിച്ചു. കാരണം ഞാൻ കണ്ണൂരാണ് പഠിച്ചത്. അപ്പം എനിക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ പോലും നോമ്പിന് നമ്മൾ ഹോസ്റ്റൽ ഫുഡ് ഞങ്ങൾക്ക് അറിയാലോ, നോമ്പിന് 30 ദിവസവും ഓരോ വീട്ടിലാണ്. അത്രയും അത് ഇരിക്കൂറാണെങ്കിലും മയിലാണെങ്കിലും അഴിപ്പയാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളൊരു വീട്ടിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ നമ്മളമ്മനെ പോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കെയറിങ് ആയിട്ട് 2, 3, 4 തവണ ഫുഡ് കഴിപ്പിക്കുക. അത് കണ്ണൂർക്കാരുടെ ഒരു വല്ലാത്തൊരു സ്പെഷ്യാലിറ്റി. നമ്മൾ ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കൾച്ചറിൽ നിന്നും ഹോസ്പിറ്റാലിറ്റി. ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്സ്. ഞങ്ങളൊരു വലിയ കാര്യങ്ങൾ ചെയ്തല്ല, ഞാൻ അനുഭവിച്ച കാര്യങ്ങളിൽ ഞാൻ മെറ്റീരിയലൈസ് ചെയ്തത് മാത്രം. പക്ഷേ ആ മെറ്റീരിയലൈസ് ചെയ്യുമ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ ഒരുപാട് റിസോർട്ടുകളും ഇപ്പം വയനാട് ഇപ്പം അത്രമാത്രം ഒരു കോമ്പറ്റീഷനുള്ളൊരു ഇൻഡസ്ട്രിയും കൂടിയാണല്ലോ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു ബ്രാൻഡിന് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരണമെങ്കിൽ സംതിങ് ഒരു ഡിഫറെൻ്റ് ഒരു USP നിങ്ങൾ ഉണ്ടാവും. നമ്മൾ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം നമ്മൾ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു നല്ലൊരു ഡോക്ടർ ആവുക, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു അക്കൗണ്ടൻ്റ് ആവുക, വാട്ടെവർ ഏത് പ്രൊഫഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ, നല്ലൊരു അഗ്രികൾച്ചറിൽ നല്ലൊരു ആളാവുക, ഏത് മേഖലയിലേക്ക് പോകുമ്പോൾ ആ പ്രൊഫഷണലിസം എന്താണ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രൊഫഷണലിസത്തിലൂടെ ഞാൻ ഏൺ ചെയ്ത്, ഒരു ഡോക്ടർ ഏൺ ചെയ്യുന്നതാണ് ഹീസ് വാച്ചിങ് ഓൾ ദ കേസ് സ്റ്റഡീസ്. ബേസിക് നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കണക്ക് കൂട്ടാനൊരു MBA കാരനൊരു PNL അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നതൊക്കെ കേസ് സ്റ്റഡിയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ചില ട്രെൻഡിങ് ആയിട്ടുള്ള ചില ഓൺട്രപ്രണേഴ്സ് വളരെ പരസ്യമായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ സ്കൂളൊന്നും പോകണ്ട എന്നുള്ളത്. അത് എനിക്കും അതിങ്ങനെ കേൾക്കും, അത് റോങ് മെസ്സേജ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഓരോ പ്രൊഫഷനും പഠിച്ച ആളും പഠിക്കാത്ത ഒബ്വിയസ്ലി എക്സ്പീരിയൻസ് വേണം. ഈ പ്രൊഫഷണലിസം വേണമെങ്കിൽ ഒബ്വിയസ്ലി പഠിച്ച ആളുകൾ കിട്ടുന്നൊരു സംഭവം എൻ്റെ ഡിഫറെൻ്റ് അല്ലേ? ഞാനൊരു വെരി സിമ്പിൾ എക്സാമ്പിൾ ചോദിക്കാം. ഇപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോകും, ഐ വുഡ് പ്രിഫർ ദ ബെസ്റ്റ് ഇൻ ദ ഡോക്ടർ. നമ്മൾ ബെസ്റ്റാണ് പ്രിഫർ ചെയ്യുക. എന്തിനാണ് നമ്മൾ ബെസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്? വൈ വി ചൂസ് എ ബെസ്റ്റ് ബ്രാൻഡ്? ആ എക്സ്പെർട്ടൈസിനെയും അവർ കുറേ നോളജ് ഉണ്ടാക്കി അതൊന്ന് പഠിച്ച് വന്നതാണ്. അതിൻ്റെ ബേസിക് അവർ തിയറി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങൾ റിസോർട്ട് കോമ്പറ്റീറ്റീവ് ഇത്രയും വലിയൊരു. അപ്പോൾ ആ എഡ്യൂക്കേഷനിൽ നമ്മളൊരു തിയറി അപ്ലൈ ചെയ്താണ്. ഇറ്റ്സ് എ സയൻസ്, മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. ആ സയൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ പറയുമ്പോഴും ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരുപാട് നഷ്ടങ്ങൾ പറ്റും. എങ്ങനെയാണ് ഒരാൾക്ക് നഷ്ടം പറ്റുക? അത് കാൽക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നഷ്ടങ്ങൾ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നമ്മൾ വി അപ്ലൈഡ് ദ പോട്ടേഴ്സ് 5 Force ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് തിയറി. വെൻ വി സ്റ്റാർട്ട് ദി ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തപ്പോഴും മോറിക്കാപ്പ് റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തു. അണ്ടർസ്റ്റാൻഡ് യുവർ കസ്റ്റമർ. ആരാണ് യുവർ കസ്റ്റമറെ കുറിച്ചാണ്. ഞാൻ റിസോർട്ട് മറ്റുള്ളവർ തുടങ്ങി വെച്ച് ഞാൻ തുടങ്ങുന്നില്ല. ഐ നോ മൈ കസ്റ്റമർ. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തത്. ഐ നോ ദ മാർക്കറ്റിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്, എത്ര ആളുകൾ എന്താണ്, ഈ മാർക്കറ്റിൽ എത്ര ആളുകൾ വരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാം. ആ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ. സെക്കൻഡ്, നമ്മളെ സപ്ലൈസ് ആരൊക്കെയാണ്, നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്, നമ്മളെ കോമ്പറ്റീറ്റർ ആരാണ്, ഏതൊക്കെയാണ് ന്യൂ എൻട്രി. ഇപ്പോഴും ഒരുപാട് റിസോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ വി സ്റ്റാൻഡ് ആസ് എ നമ്പർ വൺ. നമ്മൾ ആ ഒക്യുപ്പൻസി ലെവലിലും നമ്മളെ ക്യാപിറ്റൽ ഇങ്ങനെ നിങ്ങളുടെ പ്രൈസ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ആണെങ്കിൽ ഒരു പ്രീമിയം പ്രൈസിംഗ് അല്ല, നിങ്ങൾ പ്രീമിയം പൊസിഷനിങ് ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അത് നമ്മൾ കസ്റ്റമറിനുണ്ട്, ആ കസ്റ്റമറിന് എന്താണോ നീഡ് അതാണ് നമ്മൾ യുവർ കസ്റ്റമർ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ കസ്റ്റമറിനെ കുറിച്ച് അറിയാം, നമ്മൾ കോമ്പറ്റീറ്ററിനെ കുറിച്ച് അറിയാം, ന്യൂ എൻട്രി ഒരുപാടുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാം,
നമ്മളെ സപ്ലൈ, നമ്മളെ പവർ എന്താണെന്നുള്ളത്. സപ്ലയർ ഇപ്പം ഞങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സപ്ലയർ മോർ പവർഫുൾ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ട്രാവൽ ഏജൻസി. സോ സിൻസ് വി ആർ എ ന്യൂ ബ്രാൻഡ്, സോ ദേ ആർ നോട്ട് അക്സെപ്റ്റഡ്. അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ നമ്മളതിനെ തരണം ചെയ്യാനുള്ള പുതിയ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് ഡിജിറ്റലി ഞങ്ങൾ വന്നു. അതിനെക്കുറിച്ച് സയൻസ്, സോ വി അപ്ലൈഡ് കൺസൾട്ടൻസി, അതിൽ എക്സ്പെർട്ടൈസിൻ്റെ ഉപദേശങ്ങൾ തേടി, എന്നിട്ട് മിനിമൽ എന്താണ് നമ്മൾ ലോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ദേ മേ ബി സക്സസ്ഫുൾ. അങ്ങനെ അതൊരു പുതിയൊരു തലമുറക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റില്ല. അല്ല, അതിൽ ഞാൻ അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ നിങ്ങളത് സാധൂകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലാണ് 5 ലക്ഷം തുടങ്ങിയ ബ്രാൻഡ് ഇന്നൊരു 800 കോടി മൂല്യമുള്ളൊരു ബ്രാൻഡിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ ഈ ഒരു തോട്ട് പ്രോസസ് ആയിരിക്കണം. തീർച്ചയായിട്ടും അതാണ്. ഇപ്പം ഞാനൊരു നിങ്ങളൊരു ഇൻവൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ വന്നതാണെങ്കിലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു അപ്കമ്മിങ് ആൻട്രപ്രണർ ആയിരിക്കാം, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു ഫാക്ടർ അല്ല എന്ന് പറയില്ല. നമ്മളൊരു എഡ്യൂക്കേഷൻ എന്ന് മീൻസ് നമ്മൾ സ്കൂൾ പോയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ അക്യൂർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ മേ ബി നിങ്ങൾ കാണുന്ന ആളുകൾ ഇന്ന് സക്സസ്ഫുൾ ആയിരിക്കും, ഈ മേ ബി ബില്യണർ ആയിരിക്കും, മില്യണർ ആയിരിക്കാം. അയാളായുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ, ലക്ക് ഒരു ഫാക്ടറാണ്. എല്ലാ ബിസിനസ്മാനും വിജയിച്ചുകൊള്ളുന്നില്ല, എല്ലാവരും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ വിജയിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിന് സയൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. സയൻസ് അപ്ലൈ ചെയ്യുന്നതിനാണ് മിനിമൈസ് ദ മിസ്റ്റേക്ക്, എടുത്ത് കാര്യങ്ങൾ കാൽക്കുലേറ്റഡ് റിസ്കിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പഠിക്കാം. വെരി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് ജ്വല്ലറി മാർക്കറ്റ്. ഈ ജ്വല്ലറി മാർക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്താണ് പോട്ടേഴ്സ് തിയറിയാണ്, 5 ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. നമ്മൾ ആരാണ് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മൾ ഏത് കോമ്പറ്റീറ്റേഴ്സിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, ഏത് ന്യൂ എൻട്രിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവർക്കെതിരെയുള്ള സ്ട്രാറ്റജി എന്താണ്, സപ്ലൈസിൻ്റെ സ്ട്രാറ്റജി എന്താണ്. ഈ സ്ട്രാറ്റജി ഒന്നും അറിയാതെ നമ്മളെന്താണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ഫെയിലിയർ ചാൻസ് ഒരുപാടാണ്. ഇത്രയും ഒരു കോമ്പറ്റീഷനിലൊരു മാർക്കറ്റിലൊരു 100 ബ്രാഞ്ച് എന്നുള്ളൊരു വിഷൻ നിങ്ങളിലേക്ക് അതിലേക്ക് വരുമ്പോൾ എത്രത്തോളം നിങ്ങളൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷനിലേക്ക്? ഇതൊരു എല്ലാവരും പാഷനെ ഫോളോ ചെയ്യണം. ദാറ്റ്സ് ഓൾസോ ട്രൂ. എന്താണ് നമ്മൾ പാഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ഞാനൊരു ക്രിക്കറ്ററാണ്. എൻ്റെ ലൈഫിൽ ഞാൻ 1983 ബോണാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്, ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് റീൽസാണ് ആളുകൾ കാണുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കാലത്ത് ഒറ്റ ഓപ്ഷനാണുള്ളൂ, ക്രിക്കറ്റ്. അതും 50 ഓവർ ക്രിക്കറ്റാണ്. ഞങ്ങൾ 90s കിഡ്സാണ്. ഞങ്ങളും ടെസ്റ്റും ഏകദിനമൊക്കെ 50 ഓവർ. അന്ന് 2020 80 കിഡ്സാണ് എനിക്ക് വയസ്സ് പറയുന്നില്ലെങ്കിൽ പോലും. 83 ബോണാണ്. അപ്പോൾ 83 ബോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ സമയത്ത് 83ലാണ് ഇന്ത്യ ആ ക്രിക്കറ്റിൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ എന്നും വാച്ച് ചെയ്യുന്ന ക്രിക്കറ്റിൽ എല്ലാവരും ആഗ്രഹം, എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ആഗ്രഹം എന്തായിരിക്കും, സച്ചിന് സെഞ്ചുറി അടിക്കും. സച്ചിന് സെഞ്ചുറി അടിച്ചാൽ ഇന്ത്യ തോറ്റോ, ഇതൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾ. അപ്പോൾ എന്നും സെഞ്ചുറിയാണ്. ഞാനൊരു പ്ലെയറാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എപ്പോഴും ഞാൻ സെറ്റ് ചെയ്യുന്നത് 100ലേക്കാണ്. ഞാൻ സെഞ്ചുറി അടിക്കാനാണ് ഞാനൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു. എൻ്റെ അടുത്തുനിന്ന് എൻ്റെ ടീം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ ആ ഗ്രീസിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഗ്രീസിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്, നിലയുറപ്പിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് 30 റൺസ് ഇസ് വെരി ടഫ്. പിന്നെ ഞങ്ങൾ എന്താണ് ബോൾ നമുക്ക് വലുതായി കാണും, ബോൾ ഈസിയായി കാണും. നമ്മളെന്താണ് ബോഡി അതിനാണ് വാമപ്പ് ചെയ്ത് വരുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് വരും. അപ്പോൾ എന്നും ഒരു 100 എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അത് അച്ചീവ് ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോഴും ഐ എം നോട്ട് ഹാപ്പി വിത്ത് 1983 ആണോ നിങ്ങൾ ആ ഒരു മൊറക്കാപ്പിന് 1983 എന്നുള്ള റിസോർട്ടിലേക്ക്? ക്രിക്കറ്റാണ് ഞങ്ങളുടെ ബ്ലഡ്. ആ 83 എന്നുള്ളതാണ് ആ കൺസെപ്റ്റാണ് നമ്മൾ ലോർഡ്സ് 83 ആണ് ഇന്ത്യ വിൻ ചെയ്തത്. ആ വിൻ ലോർഡ്സിൽ ടെസ്റ്റ് ആണോ? ഇന്ത്യ വേൾഡ് കപ്പ് നേടി. ഇന്ത്യ ഫസ്റ്റ് വേൾഡ് കപ്പ് നേടുന്നത് അതൊരു വലിയൊരു ഹിസ്റ്ററി ആയിരുന്നു. കാരണം വളരെ മോശപ്പെട്ട ടീമായിരുന്നു. മോശപ്പെട്ട ടീമായിട്ടാണ് മറ്റുള്ളവർ പറഞ്ഞത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അന്നത്തെ ടോപ്പ് ക്ലാസ് ടീമാണ്. വേൾഡിൽ തന്നെ ടോപ്പ് ക്ലാസ് ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. ആ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിൻ ചെയ്യാൻ വലിയൊരു ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ഇന്ത്യയുടെ ഒരു ചരിത്രം തന്നെ മാറ്റിയതിൽ ഈ 1983 ഒരു പങ്കുണ്ട്. ഈ ഹിസ്റ്ററി ഒന്നും പൊതുവെ ആളുകൾക്ക് അറിയില്ല. അപ്പം നമ്മളൊരു ആ റിസോർട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്തത് എല്ലാ ആളുകളും മോട്ടിവേറ്റ് ചെയ്യപ്പെടണം. എന്താണ് നമ്മൾ ഹിസ്റ്ററി അറിയുമ്പോഴാണ് മോട്ടിവേറ്റ്. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കഥകളും അവരെ കഥകളും ചരിത്രവും പൈതൃകവും ഞാനിൽ നിന്നൊക്കെ എന്താണ് ഒരുപാട് പാഠങ്ങളും ഗുണപാഠങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്താണ് ബിൽഡ് ചെയ്തത്, നമ്മളെ എൽഡേഴ്സ് എന്താണ് ബിൽഡ് ചെയ്യുന്നത്, അവരിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താണ് ഈ ചിന്താഗതിയിലേക്ക് നമ്മൾ അവരെടുത്ത റിസ്ക് എന്താണ് നമുക്ക് ഒരുപാട്. അത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എടുത്ത റിസ്ക് മാത്രം, എല്ലാവരുടെ ഫാദറും എല്ലാവരുടെ മദറും ഈ റിസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്ര ഗ്രോണപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കും റിസ്ക് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വാല്യൂ ചെയ്യൂല,
മേ ബി മോണിറ്ററി ആയിട്ടാണ് പല ആളുകളും വാല്യൂ ചെയ്യുക. പക്ഷെ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ അതാണ് ഗ്രാൻഡ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചോദിക്കുന്നത് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ 100 ബ്രാഞ്ചുള്ളത് ഒരു വലിയ റിസ്ക് അല്ലേ? എന്താണ് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്? സി വി മസ്റ്റ് ഹാവ് എന്താണ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ 100 എന്ന് പറയുന്നതിൽ ഇറ്റ്സ് എ ഈസി ജോബ്. ആ 100ലേക്ക് എത്താനുള്ളത് എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യുക? ഇത് ഫീസിബിൾ ആണോ? സി ഞാൻ 100 എന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇതിലേക്ക് എന്താണ് ഇത് വെരി ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ഈവൻ വേറൊരു ഇൻഡസ്ട്രി പോലെ ഇപ്പോൾ ഒരു ജ്വല്ലറി തുടങ്ങണമെങ്കിൽ എനിക്കൊന്ന് ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 100 CR എങ്കിലും വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വേണം. അപ്പം അങ്ങനെ ഒരു 100 ജ്വല്ലറി വരുമ്പോൾ അത് എവറി ഡേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 CR മതിയാവില്ല. ഇപ്പം ഗോൾഡിൻ്റെ റേറ്റ് ആണെങ്കിലും ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സി ഇതിനൊരു നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ പ്ലാനിൽ നമ്മൾ എന്താണ് എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ഈസ് അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. പക്ഷേ ഇതിലിപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് ജ്വല്ലറീസിൻ്റെ കേസ് സ്റ്റഡീസ് നമ്മുടെ ഇടയിലുണ്ട്. അതിൽ വളരെ സക്സസ്ഫുൾ ആയ കേസ് സ്റ്റഡീസ് ഉണ്ട്, അതിൽ വളരെ പൊളിഞ്ഞു പോയ കേസ് സ്റ്റഡീസും ഉണ്ട്, ലൈക്ക് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ. അപ്പം ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? വി മസ്റ്റ് ഹാവ് എ ക്ലിയർ പ്ലാൻ. അതിനൊരു ഫീസിബിലിറ്റി ഉണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യം 100 എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുമ്പോൾ 100 എന്നാണ്. ഹൗ യു ആർ ഗോയിങ് ടു അച്ചീവ് ദ 100? ഇപ്പം ഞാനൊരു ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ അയാൾ 100 അടിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ബാറ്റ്സ്മാൻ എന്താണ് വൈ ഈസ് ഇൻ ടു ദ എന്താണ് ഫസ്റ്റ് ലൈനിൽ എന്തിനാണ് ഇടുന്നത്? ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് ഇടുന്നത്. അയാൾ 100 അടിക്കും. ഈ മസ്റ്റ് ഹാവ് എ സ്കിൽ. ആ ലീഡറിന് എന്തായിരിക്കണം? സ്കില്ല് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻ എന്താണ് ആ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവണം. ആ സ്കില്ല് ഒരുപാട് ബാറ്റിംഗ് ചെയ്യുന്നവർ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എഡ്യൂക്കേഷനിൽ നമ്മൾ ഒരുപാട് സ്കില്ല് ലേൺ ചെയ്ത് വരികയാണ്. എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ഫ്രം ദ സ്കൂൾ. ഞാനൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അറൗണ്ട് 400 ബ്രാഞ്ചായി. അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്താണ്? ഞാൻ ആ ടീമിലാണ് കളിച്ചിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോൺഫിഡൻസ് ലെവലുണ്ട്. ഐ ക്യാൻ അച്ചീവ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്? ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ നമുക്കെന്താണ് ഒരു 100 റൺസ് അടിക്കുന്ന പോലെ തന്നെയാണ് 100 ജ്വല്ലറി അടിക്കുന്നത്. അതിനെന്താണ് അതിന് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരിക്കണം. സോ വി മസ്റ്റ് ഹാവ് എ കോച്ച്. കൺസൾട്ടൻറ്റ് വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു പല ഈ ജ്വല്ലറി അല്ല ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പല ബ്രാൻഡുകൾക്ക് ഇങ്ങനെ വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും അവരെത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എക്സ്പേർട്ടിസം, ഈ പ്രൊഫഷണലായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളെയും കൺസൾട്ടൻറ്റിനെയും അതിനോടൊരു ഇപ്പോഴും ഒരു വിമുഖത കാണിക്കുന്ന ഒരു വലിയ ഭാഗം ഇപ്പോഴും ഇല്ല. വളരെ റോങ് ആണ്. ഇപ്പോൾ ഞാൻ പറയാം, ഒരു വീട് ഉണ്ടാക്കുന്ന ഒരാൾ അയാൾ ഏറ്റവും കൂടുതൽ പിശിക്കുന്നത് ഡിസൈനിങ്ങിലും ഒരു ആർക്കിടെക്ചറിൻ്റെ ഫീസ് കൊടുക്കണം. എത്ര ഫീസാണ്? അത് ഒരു കോൺട്രാക്ടറെ കൊണ്ട്. കോൺട്രാക്ടർ ഈസ് എ സിവിൽ എഞ്ചിനീയർ. അയാൾക്ക് സിവിൽ എത്രയാണ് മെറ്റീരിയൽ ചേർക്കേണ്ടത്, എങ്ങനെ ചെയ്താലാണ് ഇതിങ്ങനെ ചെയ്യാമെന്നറിയുള്ളൂ. ഡിസൈനിങ് ഈസ് ആൻ ആർട്ട്. അത് ഞങ്ങളെ മൈൻഡ് സെറ്റ് പോലെയാണ്. ഒരു ആളുകളുടെ വീട് എങ്ങനെ ആയിരിക്കണം, എൻ്റെ വീട് എങ്ങനെ ആയിരിക്കണം, അത് നമ്മൾ മറ്റു വീടുകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അയാൾക്ക് ഫീസ് കൊടുക്കാണ്ട് നടക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാ ടോപ്പ് നോച്ച് കൺസൾട്ടൻറ്റിനാണ് വെച്ചത്. ഇപ്പോൾ വെൻ വി സ്റ്റാർട്ട് ദ റിസോർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് 5 ലക്ഷമാണ്. ഞാൻ എൻ്റെ കൺസൾട്ടൻറ്റിന് ഫീസ് കൊടുത്തത് 1.5 ലക്ഷമാണ്. അന്ന് ഞാൻ സാലറി എടുത്തിട്ടില്ല. അതൊരു വലിയൊരു പോയിൻ്റാണ്. കാരണം ഇത് പലർക്കും മിസ്സാകുന്നൊരു സംഭവമാണ്. പക്ഷെ അത് ഒബ്രോയിന്ന് ഞാൻ ബ്രിങ് ചെയ്ത കൺസൾട്ടൻ്റാണ്. ആളെ എക്സ്പെർട്ടൈസും ആളെ ആളെ നോളജുമാണ് ഞങ്ങൾ പഠിച്ചത്. ഞാൻ എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ബിരിയാണി ഉണ്ടാക്കും, പഴംപൊരി ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എവരിത്തിങ് ആസ് എ സയൻസ്. അല്ല, ഇതിൽ ഇപ്പം ട്രഡീഷണലി ഇപ്പം നല്ല കപ്പാസിറ്റി ഉള്ള പല ബിസിനസ്സുകളും ഒരു നെക്സ്റ്റ് ലെവൽ. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് വളരെ ലിമിറ്റഡ് കമ്പനികൾ മാത്രം IPOയിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് മോഡലിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മാർക്കറ്റ് ഇല്ലാത്ത പ്രശ്നമല്ല. ഈ ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിങ്ങിലും ആ സ്കെയിലബിലിറ്റിയിലേക്ക് കൊണ്ട് കൺസൾട്ടൻറ്റുമാരെ അവർ അടുപ്പിക്കൂല. ഞങ്ങൾ തന്നെ എല്ലാം അറിയാം, എൻ്റെ ഉപ്പ കാണുന്നുണ്ട് എന്നുള്ളൊരു രൂപത്തിലുള്ള. മാർക്കറ്റിൽ ഒരുപാട് നോളജ് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ റീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ എല്ലാ നോളജ് എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്ക് ബിസിനസ് ചെയ്യണം, അതേപോലെ തന്നെ ഞാൻ ഇരുന്ന് വൈകുന്നേരം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കൂല. അപ്പം എനിക്ക് അതിൻ്റെ സ്നാപ്പ് ഷോട്ട്സ് മാത്രമേ കിട്ടുള്ളൂ. ഓരോ മേഖലയിൽ ഓരോ ആളുകൾ എക്സ്പെർട്ടൈസ്. ഉദാഹരണത്തിന് നമ്മൾ കൺസൾട്ടൻ്റ് ചെയ്യുന്നത് മിസ്റ്റർ ടിനി ഫിലിപ്പാണ്. ടോപ്പ് നോച്ച് കൺസൾട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹൈലി പെയ്ഡ് ആണെന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോളജ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വലിയ നോളജിൽ നിന്ന് കിട്ടുകയാണ്. എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിൽ, ഒരു കമ്പനി നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതിൽ, ഒരു ബിസിനസ് സ്ട്രക്ചർ ചെയ്യുന്നത് നമ്മൾ ആഷിഖാൻ റാങ്ക് ഹോൾഡറാണ്. കാലിക്കറ്റിലുള്ള ആഷിഖാണ് നമ്മളെ കമ്പനി സെക്രട്ടറി.
അതേപോലെ തന്നെ കൃഷ്ണകുമാറാണ് നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇവരത്തൊക്കെ ഒരുപാട് ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ടൈസാണ്. അപ്പോൾ എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്താണ്, എല്ലാ കമ്പനി സെക്രട്ടറിക്ക് ഇത് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അത് എക്സ്പെർട്ടൈസ് ചെയ്ത ആളുകളെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ ആർക്കിടെക്ചർ, ഒരുപാട് ജ്വല്ലറി ആർക്കിടെക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമ്മളെ കൺസെപ്റ്റ് അവിടെ വർക്ക് ചെയ്യണം, നമ്മളെ ബിസിനസ് മോഡൽ നമ്മളെ കൂടെ ഇരുന്നിട്ട് നമ്മളെയും കൂടി മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളും കൂടി എന്താണ്, നമ്മളെ ബിസിനസ് ആണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മളെ കോൺഫിഡൻസ് ആണ് നമ്മളെ ബിസിനസ്. ഇഫ് യു ആസ്ക് മീ ക്യാൻ യു മേക്ക് ദ കോഫി, എനിക്കൊരു കോഫി പോലും ഉണ്ടാകാറില്ല. പക്ഷെ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് റിസോർട്ടാണ്. അത് വലിയൊരു പോയിന്റാണ്. ഞാനൊരു കോഫി ഉണ്ടാക്കില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് കോഫി. നല്ലൊരു കോഫി, നല്ല റിസോർട്ട് ഉണ്ടാക്കും. ഞാനത് ആ കോഫി ഞാൻ എന്താണ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരും. ആ റിസോർട്ട് ഉണ്ടാക്കിയ സക്സസ് ആയി വാല്യുവേഷൻ വന്നതിന് ശേഷം കിട്ടിയൊരു കോൺഫിഡൻസ്, അതാണോ നിങ്ങളെ ഈ ജ്വല്ലറി ഇൻഡസ്ട്രിയിലേക്ക് കുറച്ചുകൂടി ആ ഒരു 100 എന്നുള്ള ലെവലിലേക്ക്? തീർച്ചയായിട്ടും നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. അതിൽ അറൗണ്ട് മോർ ദാൻ 200 പേജ് ഉണ്ട്. അതിലെന്തൊക്കെ ബിസിനസ് മോഡലാണ്, ഇതെല്ലാവരും നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൺവിൻസ് ചെയ്തു. അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്തു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്ത് ടൈം ലൈൻ ഫിക്സ് ചെയ്തു. എല്ലാ കാര്യം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ റിസൾട്ട് ബ്രിങ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്, ഒരു സാധാരണ രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞ ആളുകൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് ഇവിടുന്ന് ഒരു കോപ്പി പേസ്റ്റ് ചെയ്യും. ഒരു കൺസൾട്ടനോട് ഒരു ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവില്ല. ദേ ഡോണ്ട് നോ ഹൗ ദ ഫൈനാൻസ് അറിയില്ല, ഹൗ മാർക്കറ്റിംഗ് അറിയില്ല, ജസ്റ്റ് ഒരു കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. നമ്മളതൊരു ഡീറ്റെയിൽ സ്റ്റഡി, ഇറ്റ് ടുക്ക് അറൗണ്ട് 1.5 years ടു മേക്ക് ദ റിപ്പോർട്ട്, നമ്മൾ ആ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ. അതല്ലാതെ നമ്മൾ ആദ്യം കയറി റിസോർട്ട് ഉണ്ടാക്കിയതല്ല. മാർക്കറ്റിൽ സ്റ്റഡി ചെയ്ത് മാർക്കറ്റിൽ ഇഫ് ദേ ആർ ലേണിംഗ്, അവർ അതിനെ ജസ്റ്റിഫൈ ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫീസിബിലിറ്റി നടത്തുകയാണെങ്കിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്ററും കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ അത് ഞങ്ങൾ സക്സസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കും കോൺഫിഡൻ്റ് ആയത്. ഞാനൊരു വലിയൊരു വിഷൻ പ്ലാനായിട്ട് ഇറങ്ങിയതല്ല. ഞാൻ ഒരുപാട് വർഷം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടൊരു എൻ്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുകയാണ്, റിസോർട്ട് ബിസിനസ്സിലേക്ക്. ആ റിസോർട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വിഷൻ പ്ലാൻ 100 അടിക്കണം എന്നുള്ളതല്ല. ആ 100 അടിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു പ്രാക്ടീസ്, ലേൺ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അതിൽ ഗെയിൻ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് അടുത്ത കളിയിൽ 100 അടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഐ ഹാവ് ടു പ്രാക്ടീസ് ഇൻ എ ലോവർ ലെവൽ. രഞ്ജി കളിച്ച്, ഡിസ്ട്രിക്ട് മാച്ച് കളിച്ച്, രഞ്ജി കളിച്ചിട്ടാണ് പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ആ റിസോർട്ടിന് ശേഷം ദുബായിലാണ് നിങ്ങൾ ഫസ്റ്റ് ബ്രാഞ്ച് ഇടുന്നത്. വൈ ദുബായ്? ദുബായിൽ എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു വിഷൻ പ്ലാനാണ്. ഞങ്ങൾ കോൺഫിഡൻ്റ് ആയി. ഞങ്ങൾ 2 പ്രൊജക്റ്റ് വളരെ ടൈംലി, 3 പ്രൊജക്റ്റ് നമ്മൾ ടൈംലി കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻ്റ് ആയി. ഐ നോ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഗോയിങ് ടു ഇൻവെസ്റ്റ് വിത്ത് അസ്, ബിക്കോസ് ഞാനും സാറ്റിസ്ഫൈഡ് ആണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ലെവലിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ലെവലിൽ നമ്മൾ എന്താണ്, നമ്മളെ സ്കില്ലിനെ നമ്മളതിനെ പുഷ് ചെയ്യുമ്പോഴാണ് എന്തായിട്ടുള്ളൂ അതൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 100 സ്റ്റോർ എന്നുള്ളത് നിങ്ങളും അറിയൂല, ഞാനും അതിലേക്ക് എന്താണ് മടിയനായിരിക്കും. അപ്പം ഞാൻ ആ 100ലേക്കുള്ള യാത്രയാണ്. ഓരോ ദിവസവും ഓരോ ടൈമും എൻ്റെ 24 hours ഞാൻ 100ലേക്ക് എത്തിക്കാനുള്ളത് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും ആഗ്രഹം എന്താണ്, ഞാനൊരു കമ്മിറ്റ് ചെയ്താൽ ഡെലിവർ ചെയ്യണമെന്ന് പൊതുവേ 90% ആളുകൾക്കും എന്താണ്, അത് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ എന്താണ് പല റീസൺസാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പല കാരണങ്ങളാവാം. പക്ഷെ എന്താണ്, എല്ലാ ആളുകൾക്കും, ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ കടം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമില്ലായിട്ടൊന്നും അല്ല വാങ്ങുന്നത്. ചില സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മളെ സ്കില്ല്. അപ്പോൾ ഈ 100 എന്നുള്ളത് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 100 കേട്ട് വളർന്നാണ് 100ലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി 100 എങ്ങനെ ഞാൻ തുടങ്ങണം എന്നുള്ളതാണ്. ഈ 100 ഞാൻ എൻ്റെ പ്ലാനിൽ നിന്ന് ഇൻ്റർനാഷണൽ, എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം എന്നുള്ളതാണ്. ആ ഗ്ലോബൽ ബ്രാൻഡ് ആക്കുന്നതിപ്പോൾ അത് സസ്റ്റൈനബിളും കൂടി ആക്കണം. തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ ബിസിനസ് മോഡലാക്കണം. ആർക്കാണ് ഇത് സസ്റ്റൈനബിലിറ്റി വേണ്ടത്? നമ്മളെ ഇൻവെസ്റ്റേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കണം, എംപ്ലോയീസ് ആയിരിക്കണം, ഗവൺമെൻറ് ആയിരിക്കണം. നമ്മുടെ നാടും രാജ്യമൊക്കെ നന്നാവണം. അല്ല നമ്മളൊരു മനസ്സിൽ ഒരു സൊസൈറ്റിക്ക് നമ്മൾ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ കംപ്ലയൻസ്, ഗവൺമെൻറ്റിൻ്റെ കംപ്ലയൻസ്, ഗവൺമെൻറ് അവരാണ് കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ തന്നെ പലരും ഈ ടാക്സും കാര്യങ്ങളൊക്കെ ഇപ്പം 100 ഇപ്പം എല്ലാവരുടെ ഒരു വലിയ കൺസേൺ ആണ്. ഇപ്പം ടാക്സ്, ഇപ്പം ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലൊക്കെ പല ടാക്സ് റെഗുലേഷൻസും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒന്നുകൂടി വളരെ മൈക്രോ ലെവലിൽ അത് മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു പോളിസി എന്താണ്, ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് തന്നെ കംപ്ലയൻസ് വളരെ സുതാര്യമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത്? ടാക്സ് വെട്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ലാഭമായിട്ടാണല്ലോ കണക്കൂട്ടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മളെ വിഷൻ അല്ലെങ്കിൽ നമ്മളെ വാല്യൂസ്,
ആ വാല്യൂസിൽ നമ്മളെന്താണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ഇൻവെസ്റ്റേഴ്സാണ്. നമ്മൾ ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. യെസ്, അതൊരു വലിയ ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക്. പക്ഷേ ഗവൺമെന്റ് കൊടുക്കേണ്ടത് നമ്മൾ കംപ്ലൈൻസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, പല ഗവൺമെന്റും വരും, പല ആശയമുള്ള ഗവൺമെന്റ് വരും, പല പൊളിറ്റിക്കൽ സെനാരിയോ ഉള്ള ആളുകൾ വരും. ഇതൊന്നും നമ്മൾ കൺസേൺ അല്ല. നമ്മളൊരു മൂല്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ മൂല്യത്തിൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുന്നുണ്ടോ, മറ്റുള്ളവരെ കുറ്റം പറയരുത്. നമ്മൾ അവരെന്തോ ചെയ്തോട്ടെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വോട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതല്ലാതെ നമ്മളെന്താണ് ഗവൺമെൻറ് കൊടുക്കുന്നത് എന്താണ് ടാക്സ് വെട്ടിച്ചിട്ട് നമ്മളെ അവകാശങ്ങൾ മാത്രം, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറക്കരുത്. ഒരിക്കലും ശരിയല്ല. അതൊരു ഇൻവെസ്റ്റേഴ്സിന് കമ്മിറ്റും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണ് ടാക്സ് വെട്ടിച്ച് ലാഭം ഉണ്ടാക്കി തരാമെന്നുള്ളത് എന്താണ്, അത് നമ്മൾ പറയരുത്. അതേപോലെ തന്നെ എംപ്ലോയീസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ്. ഓരോ ആളുകൾ അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാൻ ആസ് എ എംപ്ലോയർ, ഞാൻ എൻ്റെ കമ്പനിയിൽ എംപ്ലോയറാണ്. ആസ് എ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനൊരു എംപ്ലോയറാണ്, എംപ്ലോയിയുമാണ്. ഞാൻ എവറി ഡേ വർക്ക് ചെയ്തുകൊണ്ട് ടു റീച്ച് ദാറ്റ് ഗോൾ, ആ ഗോളിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കുള്ള ഫെയർ ആയിട്ടുള്ള ഡീലായിരിക്കണം. ഇൻഡസ്ട്രിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവരത് കുറേ കട്ട് ചെയ്ത് അവരെ കുറേ പിഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ലാഭം കൊണ്ട് നമുക്ക് ആവശ്യം, എല്ലാവരും ജീവിക്കുമ്പോഴല്ല അതിനൊരു ഭംഗി ഉണ്ടാവും. ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് കൊടുക്കും. പിന്നെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഞങ്ങൾ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി. CSR നമുക്ക് പറയണത്, നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഗവൺമെൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് യു ഹാവ് എ പോളിസി. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മൾ കടമയും കൂടിയാണ്. ഈ വാല്യൂസ് കീപ്പ് ചെയ്താൽ തന്നെ നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആവുന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ്. ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി പല എൻ്റർപ്രനേഴ്സും പുതിയ ആളുകൾ എന്താണ് ഭയങ്കരമായിട്ടുള്ള എന്താണ് റിട്ടേൺസ് കാണിച്ചുകൊണ്ടും വലിയ എമൗണ്ടൊക്കെ കാണിച്ചുകൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് പൂളിയാണ്. ഇതൊക്കെ അച്ചീവബിൾ ആണോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. അത് എന്താണ് ഫെയർ ആയിട്ട് പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും എന്താണ് സുതാര്യതയാണ്, ട്രാൻസ്പെറൻസിയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയാണ് എല്ലാവർക്കും ഇഷ്ടം. അവരെ ക്യാപിറ്റൽ സേഫ് ആക്കുക എന്നുള്ളതാണ് ആദ്യം എൻ്റെ ലക്ഷ്യം. എല്ലാവരും ബുദ്ധിയുള്ള ആളുകളാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയണത് ഗോൾഡിൻ്റെ പ്രൈസും, ഇപ്പം നിങ്ങളൊരു ജ്വല്ലറി ഇൻഡസ്ട്രി എക്സ്പെർട്ട് ആയതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഒരു വലിയ ലെവലിലേക്കുള്ള ഒരു ഹൈക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും ഭയങ്കര ട്രസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഡിമാൻഡ് ഹൈ ആണ്. വെരി റീസെൻ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാക്ടറി എഫക്റ്റ് ചെയ്യുന്നത് ഗോൾഡ് പ്രൈസ് കൂടാനുള്ള ഡിമാൻഡും സപ്ലൈയാണ്. ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്നത്, ഡിമാൻഡ് കൂടുതലാണ് ഈ പ്രൊഡക്റ്റ്. ആ ഡിമാൻഡ് കൂടാനുള്ള പല റീസൺസ് ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്. ഇപ്പോൾ വെരി റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രംപ് ഇറാനിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ കുറേ ന്യൂസുകളൊക്കെ വരുമ്പോൾ ആളുകൾ ടെൻസ്ഡാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാവരും ആൻഷ്യസ് ആണ്. ഈ ആൻഷ്യസ് ആണ് ഡിമാൻഡ് കൂടാനുള്ള കാരണം. ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും. ഇപ്പം ബ്രിക്സ് കൺട്രീസ് എന്താണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റ് കൺട്രികൾക്ക് ഒരു ത്രെട്ടായി വരുന്നുള്ള ചിന്താഗതിയിലാണ് മറ്റുള്ള ആളുകളുണ്ടാകും. ഇപ്പോൾ ചൈന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ലണ്ടൻ എക്സ്ചേഞ്ചിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ചൈന അത് ഫിസിക്കലായിട്ട് മാറ്റുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ലണ്ടൻ എക്സ്ചേഞ്ചിലാണ് ഉണ്ടാവുക, അവിടെ നിന്ന് എന്താണ് ലണ്ടൻ മാർക്കറ്റിലാണ് ഉണ്ടാവുക. ആ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ബിഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേ വേറെ ദേ സ്റ്റാർട്ടഡ് എന്താണ് ആ റിസർവ് ചെയ്യാൻ തുടങ്ങി, ഫിസിക്കലായിട്ട് റിസർവ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഹ്യൂജായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഷൻസ് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഡിമാൻഡ് വെരി ഹൈ ആയിട്ട് മാറുകയാണ്. ഇപ്പം ഈവൻ റിയൽ എസ്റ്റേറ്റ് ഓർ ഗോൾഡ്, ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗോൾഡ് ആണോ റിയൽ എസ്റ്റേറ്റ് ആണോ? രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. എന്നാലും റിയൽ എസ്റ്റേറ്റും ഗോൾഡും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തിലെല്ലാവരും ഒരു കോമൺ സെൻസാണ് എനിക്ക് പറയുന്നത്. ലോകത്തെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത് റിയൽ അസറ്റ്സ് ആണ്. ലിക്വിഡിറ്റി. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. 6 to 7-8% ആണ് മാക്സിമം കിട്ടുക. വെദർ ഇറ്റ് ഈസ് ഇന്ത്യ ആണെങ്കിൽ അത് 4 to 5%, 6% ആണ് കിട്ടുക. അതിന് ഗോൾഡും എന്താണ് ഈ പറയുന്നത് എന്താണ് വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മൂവബിൾ അസറ്റ്സ് ആണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരികയാണെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഞാൻ വെരി ബേസിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ബ്രിഡ്ജ് പോവുകയാണെങ്കിൽ എന്താണ് ലൊക്കേഷൻ ഡസ് മാറ്റർ ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റിൽ. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് പോവുകയാണെങ്കിൽ എന്തായി ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താന്ന്.
അതൊരു അപ്രീഷിയേറ്റ്. എല്ലാവരും നേരെ തിരിച്ചാണ് പറയാനുള്ളത്, ലൊക്കേഷൻ നോക്കിയിട്ട് റിയൽ എസ്റ്റേറ്റ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇപ്പം ഒബ്വിയസ്ലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആളുകൾക്കൊക്കെ ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഗോൾഡിലാണെങ്കിലും റിയൽ എസ്റ്റേറ്റിലാണെങ്കിലൊക്കെ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. കൂടുതലും എസ്പെഷ്യലി നമ്മുടെ മലയാളികളാണ്, അവരിങ്ങനത്തതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് എപ്പോഴും എളുപ്പം. അപ്പം ഇതിൽ കേവലം ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതിനപ്പുറത്തേക്കായിട്ട് ഒരു ബ്രാൻഡ് വാല്യൂ വാല്യുവേഷൻ കൂടി കാണുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങളൊരു ടാർഗറ്റ്. ഒബ്വിയസ്ലി നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാനും ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ലിസ്റ്റിങ്ങിലേക്ക് പോകലായിരിക്കും. അത് ചിലപ്പോൾ US-ലായിരിക്കാം, അല്ലെങ്കിൽ IPO. എന്താണ് നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാനും, എന്താണ് നിങ്ങളൊരു സ്ട്രാറ്റജി ആസ് എൻ ഇൻവെസ്റ്റർ പോയിന്റ്? ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ എങ്ങനെയാണിത് പ്ലാൻ ചെയ്തെന്നുള്ളത്, എക്സിറ്റ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളെ ഒരു സ്ട്രാറ്റജി. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു എക്സിറ്റ് വേണം. തീർച്ചയായിട്ടും. അത് എനിക്കത് മലയാളികൾ ഇപ്പം അതെല്ലാവരും കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്തതാണ്. മുന്നേ എക്സിറ്റ് ഇല്ലല്ലോ ബിസിനസ്. ഞാൻ റിസോർട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ വി നെവർ പ്ലാൻ ഫോർ ദി IPO പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം അതൊരു സിംഗിൾ എൻറ്റിറ്റിയാണ്. IPOയിലേക്ക് എത്താൻ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്ലാൻ എന്താണ്, എൻ്റെ കയ്യിൽ ഒരു 3 കോടി വരെ എനിക്ക് റോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇനീഷ്യൽ. ഞാൻ ഈ 3 കോടി കൊണ്ട് ഞാൻ എൻ്റെ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും, സയൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് കോമ്പറ്റീറ്റേഴ്സിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങൾ, ഈ പോട്ടേഴ്സ് തിയറി എനിക്ക് എന്താണ് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. സോ ഐ ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ദ താജ്, ബിഗ് ബ്രാൻഡ്സ്. ഇതൊക്കെ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്, ഞാൻ 5 സ്റ്റാർ ആയിരിക്കണം. 5 സ്റ്റാറിന് സ്പെസിഫിക്കേഷൻ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 60 crores. 3 കോടി കൊണ്ട് എവിടെ എത്തൂല. 3 കോടി എത്തണം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഐഡിയ ജനറേറ്റ് ചെയ്ത് വരുന്നത്. എങ്ങനെ 60 കോടി? 60 കോടിയാണ്. ഈ കൺസെപ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഒരു റിസോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ബെനിഫിറ്റ് ഇട്ട് ഇത്ര ഓക്യുപ്പൻസി ഉണ്ടാകും. അതിൻ്റെ യഥാർത്ഥ ഫീസിബിലിറ്റി നമ്മൾ എന്താണ്, നമ്മളെ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ 200 pages ഇതാണ്. ഈ കാര്യങ്ങൾ ഒരു എൻ്റർപ്രനറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, അയാളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഞാൻ എൻ്റെ ഒരു മിറാക്കിൾ എന്നും പറയാം. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പ്രൊജക്റ്റിലുണ്ടാകുന്ന വിശ്വാസം. കാരണം ഐ വാസ് ന്യൂ ഇൻ ടു ദാറ്റ് ബിസിനസ്. അപ്പോൾ ഒരു പുതിയ ബിസിനസ്സുകാർക്ക് ഒരു പാഠം കൂടിയാണ്. ഇപ്പം എനിക്ക് അറിയുന്ന ബിസിനസ്സാണ്. ഞാൻ ഏകദേശം 20 വർഷത്തോളം ജ്വല്ലറി തന്നെയാണ്. എൻ്റെ ബിസിനസ് ജ്വല്ലറിയാണ്. മറ്റേത് എൻ്റെ പാഷനാണ്. അപ്പം ഞാൻ ഇതൊന്നും അറിയാതെ തന്നെ എന്താണ് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അത്രയും ആളുകൾ നല്ല പ്രൊജക്റ്റ് റിപ്പോർട്ടും നല്ല പ്രൊജക്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് വരും എന്നുള്ളതാണ്. ആദ്യം കിട്ടിയ കോൺഫിഡൻസ് അതാണ്. അതായത് ഞാൻ 2 വർഷം കൊണ്ട് ഒരു വീടുണ്ടാക്കാൻ 2 വർഷം കൊണ്ട് പറ്റില്ല. വെരി ടഫാണ്. അതെ, നല്ലൊരു വീട് അതിൻ്റെ എക്സ്പീരിയൻസ്. ഒരു റിസോർട്ട് നമ്മൾ 2 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. വെരി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു. ആസ് എ ന്യൂ കമ്പർ എന്നിട്ട് ക്വാളിറ്റി ആൻഡ് TQM ആണ് നമ്മൾ പോളിസി. ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ, ഒരു കോംപ്രമൈസും ഇല്ല. ഈ പറയുന്ന കൺസൾട്ടൻറ്റ് മുതൽ ഇതിൻ്റെ മുകളിൽ കോൺട്രാക്ടേഴ്സ്, ഇതിൻ്റെ മുകളിലുള്ള വർക്കേഴ്സ്, അവരെ എല്ലാം നമ്മളെന്താണ് അനലൈസ് ചെയ്തിട്ട് ശേഷം മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു രൂപ ഒരാൾ കുറച്ച് തരുന്നുണ്ട്, ചിലപ്പോൾ അയാൾ വർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടേക്ക് നമ്മൾ കുറച്ച്, അതല്ല, അയാളുടെ പ്രൊഫൈൽ എന്താണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ പെർഫോമൻസ് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ആ കിട്ടിയ കോൺഫിഡൻസിൽ ഞാൻ ആദ്യത്തെ പോയിട്ടിൽ കോൺഫിഡൻസ് ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റേഴ്സ് വന്നു, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഓപ്പർച്യൂണിറ്റി നമ്മൾ തേടി വരികയാണ്. അതായത് നമ്മളൊരാൾ ഒരു പുതുതായിട്ടൊരു ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, പുതിയതായിട്ട് വരുമ്പോഴുള്ളതെന്നാൽ നമ്മളൊരു കാര്യം ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോയി തന്നെ സക്സസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അവിടെയും ക്രിക്കറ്റ് ഉണ്ട്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലോർഡ്സ് 83 എന്നുള്ള പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 months കൊണ്ട് തന്നെ എന്താണ് നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ്. ഇപ്പോൾ ഈ പറയുന്ന എന്താണ് ഈ കോൺഫിഡൻസ് ഇട്ട് ആദ്യം ഞാൻ എന്താണ് വയനാട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ്. ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറേ വർഷം. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടിയത്. പിന്നീട് എന്താണ് എൻ്റെ ക്ലൈൻ്റായി വന്നത് ആരാണ്, NRI ആളുകളാണ്. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ എൻ്റെ മുറിക്കാപ്പ് റിസോർട്ടിൽ വന്നു. കാരണം അവരെ വെക്കേഷൻസിലൊക്കെ വയനാട്ടിലേക്കാണ്. കാലിക്കറ്റ്, കണ്ണൂർ, വയനാട്, മലപ്പുറം ഈ റീജിയൻ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. ഞങ്ങളെക്കുറിച്ച് അറിയാൻ തുടങ്ങി, ഈ മുറിക്കാപ്പ് എങ്ങനെ ബ്രാൻഡായി എന്നുള്ളത്. അപ്പം ഞാനതിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങളിലൊരു വിശ്വാസമുണ്ട്. ഞങ്ങളവിടെ ഫോളോ ചെയ്ത TQM ആണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഞങ്ങളൊരു കോംപ്രമൈസ്, ഒരു ഫുഡിൽ കോംപ്രമൈസ് ആയിട്ടില്ല. ഒരു ബെഡ്ഷീറ്റ് 400 TSM ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഓരോ മെറ്റീരിയലും, ബയോട്ടിക്കിൻ്റെ ഓരോ ഷാമ്പൂ ആണെങ്കിലും ഓരോ സാധനത്തിൽ എന്താണ് നമ്മൾ 100% ക്വാളിറ്റിയാണ്. അതിന് റീസണബിൾ പ്രൈസാണ്. ഞങ്ങൾ പ്രൈസ് ഹൈയാന്ന് പറയാൻ കാരണം
ക്വാളിറ്റിക്കുള്ള റീസണബിൾ പ്രൈസ് ആണ്. ആ ക്വാളിറ്റി അവർക്ക് ആവശ്യമുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനേക്കാണ് നമ്മൾ യുവർ കസ്റ്റമർ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സക്സസ്ഫുൾ ആയത്. അതേ ഫോർമുല തന്നെ നമ്മൾ അടുത്ത റിസോർട്ടിൽ അപ്ലൈ ചെയ്തു. അതേ ഇൻവെസ്റ്റേഴ്സേക്ക് വന്നു. അവർക്കും റീസണബിൾ ആയിട്ടുള്ള എന്താണ് അത് നമ്മൾ 2 years കൊണ്ട് ആ പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ്സ് നോട്ട് സോ ഈസി. എന്താണ് ആ ടീം പറയാൻ ഇപ്പം പറയുമ്പോൾ നല്ല എളുപ്പമുണ്ട്. നിങ്ങൾ പറഞ്ഞു കൊണ്ട് ഒരു റിസോർട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ ചരിത്രത്തിൽ വയനാട്ടിൽ ഒറ്റ പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്തില്ല. ടെറൈന് ഡിഫറെൻ്റ് ആണ്. ആ ടെറൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിൻ ടെറൈൻ അല്ല, മൗണ്ടെയിനും ഹിൽസും ആണ് കൂടുതലും വയനാട്ടിലുണ്ടാകുന്നത്. ആ ഹിൽസിൽ നമ്മളെന്താണ് റീറ്റെയിനിങ് വാളൊക്കെ ചെയ്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൗണ്ടിൻ്റെ അടിയിലേക്കാണ് പോവുക. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടാണ് ഒരു സാധനം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തണം. നമ്മൾ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് 2 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ. ഇൻവെസ്റ്ററെ കൺവിൻസ്ഡ് ആവണം. അവർ ഈ ഒരു കൺസെപ്റ്റ് തന്നെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വയനാട്ടിൽ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ വി സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ നല്ല ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ അപ്ഗ്രേഡ് വന്നു. ഇനി എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നേ ഞങ്ങൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് ഐ വോണ്ട് ടു എക്സിറ്റ് ദിസ് ബിസിനസ്, ഹെൽത്ത് ഒരു കൺസേൺ ആവാം. ബിസിനസ്സിൽ എന്താണ് നമ്മൾ മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻറ്റേർണൽ ഫോഴ്സസ് എന്താണ് ഒരു കൺസേൺ ആവാം. ഈ കൺസേൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ എൻ്റെ 3 കോടി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലാൻഡ് നാശമായി. ഞാനത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്ത് എന്തായി ആ ലാൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്താണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. കാരണം ഒരു ബിഗ് പ്രോജക്ട്സ് ഇപ്പോൾ വയനാട് ഇപ്പോൾ തുരങ്ക പാത വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ ടൂറിസത്തിൻ്റെ ഹൈ ഗ്രോത്ത് ആണ്, പൊട്ടൻഷ്യലാണെന്ന് പറയുന്നത്. ഒരുപാട് നോർത്ത് ഇന്ത്യൻ ടീംസ് ഒരുപാട് ബിഗ് ക്ലയൻറ്റ് HNIs നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു എക്സിറ്റ് ആണല്ലോ നമ്മൾ പ്ലാൻ. ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് അല്ല അതിന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ ടേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു ഏത് പോയിന്റിലാണുള്ളത് ഇപ്പം മോറിക്യാപ്പ്? ഏതൊരു ബിസിനസ്സും എക്സിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്ലാൻ. അതിൻ്റെ നമുക്ക് എന്താണ് ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നില്ല. വി ആർ ജസ്റ്റ് ഓൺലി ദ പ്രൊമോട്ടേഴ്സ്. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാവണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മോഡൽ 100% നിങ്ങൾ തന്നെയാണ് ഓൺ ചെയ്യുന്നത്? അല്ല അതിൽ നമ്മൾ 30% മാത്രം ഓർഡർ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കോഴ്സ് എന്തിനാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൽ ഹൈ വാല്യൂ കിട്ടാൻ, അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്രിസിയേഷൻ കിട്ടുമ്പോൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പരിപാടി. ഇപ്പം നിഷ്കയിലേക്ക് വരികയാണെങ്കിലും എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ എക്സിറ്റാണ് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ബിസിനസ് ചൂസ് ചെയ്തത്? ഈസി ടു എക്സിറ്റ് ആണ്. 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ ബിസിനസ് എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് എന്താണ് എക്സിറ്റ് ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബിസിനസ് മോഡലും എന്താണ് വളരെ സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 100,000 ആണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 100,000 എന്ന് പറഞ്ഞാൽ അയാൾക്ക് ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമ്മുടെ അടുത്ത് പരീക്ഷിച്ച് നോക്കാം. അതൊന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ 80% എന്താണ് ഗോൾഡാണ്. നമ്മൾ ഇൻവെൻട്രി ആണ്, ഗോൾഡ് ഡയമണ്ട്സ് ഇൻവെൻട്രി ഉണ്ട്. അത് നമുക്ക് എന്താണ് ഈ ഗോൾഡിൻ്റെ വാല്യുവേഷൻ ഒക്കെ അവർക്ക് ഈസിലി ഈ വാല്യുവേഷൻ അവർക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ഞാൻ കറാമൽ ഇൻവെസ്റ്റ് ചെയ്ത് 210 ദിർഹമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 510 ദിർഹമാണ് ഇന്നത്തെ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് നോക്കുക. അപ്പോൾ ഓരോ സമയത്ത് നമ്മളിപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് എക്സിറ്റ് എന്ന് പറയുന്നത് 80% എക്സിറ്റാണ്. 2 വർഷം കൊണ്ട് ROI കംപ്ലീറ്റ് ആയി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയി, പേ ബാക്ക് പീരീഡ് കംപ്ലീറ്റ് ആയി. കാരണം നമ്മളൊരു എക്സ്പെക്റ്റഡ് ഒരു പെർ ഇയർ ഒരു 10% നമ്മൾ എന്താണ് ആവറേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കുന്നത്. 2 വർഷം കൊണ്ട് 20% അച്ചീവ് ചെയ്ത് ഓൾറെഡി എക്സിറ്റായി. അവർ ഹോൾഡ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സംശയം, സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം. ഇപ്പം നിങ്ങൾ ഇനീഷ്യലി നിങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് വലിയൊരു ഇൻവെസ്റ്റേഴ്സ് വരികയാണ്, അല്ലെങ്കിൽ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു HNI വന്നിട്ട് സ്റ്റേക്ക് എടുത്തിട്ട് പിന്നെ വരുമ്പം നിങ്ങൾ ഈ ആദ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യം നിങ്ങളെ കൂടെ വന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ആദ്യം നമ്മളൊരു പേഴ്സണൽ വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഫാദറും മദറും എന്തായാലും മാറില്ലല്ലോ. അവരെങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിലും മാറില്ലല്ലോ. എന്നെ സഹായിച്ച ആളുകളാണ് എന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് 10 ലക്ഷം മുതൽ 1 ലക്ഷം മുതലായിക്കോട്ടെ, 100,000 എടുത്താലും 1 മില്യൺ ഇട്ട ആളുകളൊക്കെ എല്ലാ ആളുകളും ഹോൾഡ് ചെയ്ത് പിടിക്കും. നമ്മളാണ്, അവരാണല്ലോ ബിൽഡ് ചെയ്തത്. അതാണ് നിങ്ങളുടെ വാല്യൂ. അതിനുശേഷം വന്ന ആളുകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. വെതർ എത്ര വലിയ HNI ആയിട്ടാണെങ്കിലും എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണ് അത് വാല്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം നിശ്ചയിക്കുകയാണ്, ഞങ്ങൾ എന്താണ് അപ്പോയിൻറ്റ് ചെയ്തതാണ് ഈ ജോലി എടുക്കാൻ. അപ്പം അവരെയും കൂടി സംരക്ഷിക്കാൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മളെ അതൊരാൾ വരുമ്പോൾ എന്താണ് നമ്മളെന്താണ്
കാശിന് നമ്മൾ ഒറ്റ കൊടുക്കരുത്. അപ്പം നമ്മൾ ഏറ്റവും അവരൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യും. അവരെല്ലാവരും നമ്മളെ കൂടുതൽ അവർക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരെയും കൂടി എന്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. കാരണം ഇതിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേ ബി വർക്കിംഗ് ക്ലാസ് ആയിരിക്കും. കൂടുതൽ ആളുകൾ വർക്കിംഗ് ക്ലാസ്, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് സെഗ്മെന്റിലാണ്. അവരൊരു റിട്ടയർമെന്റ് പ്ലാനാണ് നമ്മുടെ അടുത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്. അവർക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഡിസ്പോസിബിൾ ഇൻകായിട്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. അവർക്കൊരു കാലഘട്ടത്തിൽ അത് ആവശ്യം വേണ്ടി വരും. ആ ആവശ്യം വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കലാണ് നമ്മളെ പണി. അത് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ ഒരാൾ വരുമ്പോൾ എന്താണ് അയാൾക്കെല്ലാം ബെനിഫിറ്റ് കൊടുക്കേണ്ടത്. ആദ്യം നിന്ന ആളുകൾ നമ്മളെ ബെനിഫിറ്റ് അവരാണ് നമ്മളെ ചേർത്ത് നിർത്തും. മറ്റവൻ എന്താണ് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. മറ്റവർ ഓൾറെഡി ഒരു ബ്രാൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം ഫസ്റ്റ് നിങ്ങൾ കറാമയിൽ നിങ്ങൾ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങി. ഇപ്പോൾ ഇന്നിപ്പോൾ 7ാമത്തെ ബ്രാഞ്ച് കാലിക്കറ്റിലേക്ക് വരികയാണ്. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അന്ന് 100,000 ഇട്ട ആളുകളെക്കാളും വലിയൊരു ഇപ്പം ലൈക്ക് ഒരു 10 million ഉള്ളവും 20 million ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതെ, അല്ല അവരുണ്ടായിട്ട് തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. അവരാണ് ഇത് ബിൽഡ് ചെയ്തത്. ചെറിയ ചെറിയ ആളുകളാണ് ഇത് ബിൽഡ് ചെയ്തത്. വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തന്നെ, അല്ലാണ്ട് ഒരു വലിയൊരു ഇൻവെസ്റ്റർ വന്നിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്നല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 700 പാർട്ട്നേഴ്സാണുള്ളത്. 700 പാർട്ട്നേഴ്സാണുള്ളത്. ചെറിയ ചെറിയ ആളുകളൊക്കെ വന്നിട്ട് എന്താണ് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടാണ് ഞങ്ങൾ വലുതായത്. നോട്ട് എ വെരി ബിഗ് ഇൻവെസ്റ്റേഴ്സ്. ഇൻ ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് അങ്ങനെ ഫ്യൂച്ചറിൽ ഞങ്ങൾ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു വിഷൻ എന്ന് പറയുന്നത് ഇതിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ഏതൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിനൊരു സയൻസ് ഉണ്ട്. 10 വർഷം കൊണ്ട് 10x ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ്. വാല്യുവേഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകളും എല്ലാ ബിസിനസ്സിൻ്റെ ഒരു കോർ സാധനമാണ്. എന്താണ് തമ്പ് റൂളാണ് 10x. ആ 10x ആക്കാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഇവിടെ പിന്നെ ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ആ കമ്പനിയിൽ നമ്മൾ 250 million വരെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്യുള്ളൂ. അറൗണ്ട് 200 million നമ്മൾ പൂൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 50 million കൂടി. അത് കഴിഞ്ഞാൽ നമ്മളിത് അവസാനിപ്പിക്കും. ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന അവസാനിപ്പിക്കും. അപ്പോൾ 50 ബ്രാഞ്ചാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. 50 ബ്രാഞ്ച് ഇന്ത്യയിലാണ്. ഇന്ത്യത്തെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി മോഡൽ. ഇന്ത്യയിൽ ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ഇന്ത്യയിൽ നമ്മൾ IPO-ലേക്ക് പോകണം. ഇവിടെയും 10 വർഷം കൊണ്ട് IPO-ലേക്ക് രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് IPO-ലേക്ക്. അപ്പോൾ ഇവിടെ IPO-ലേക്ക് പോകുന്നത് ഇതാണ് നമ്മൾ മദർ കമ്പനി ആയിട്ട് നമ്മൾ രൂപീകരിച്ചത്. ഇന്ത്യയിലേക്ക് പോകുന്നത് എന്താണ് നമ്മൾ ഫ്രാഞ്ചൈസി മോഡൽ. ഫസ്റ്റ് മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് നമ്മൾ കാലിക്കറ്റ് ഷോറൂമിലേക്ക് ഉള്ളത്. അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി നടന്നു കൊടുക്കണം. ഒരു 15 ഷോറൂം ആകുമ്പോൾ അവിടെ 50 നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 15 നമ്മൾ ഓൺ ഫ്രാഞ്ചൈസി സ്റ്റോറായിരിക്കും. ആ ഫ്രാഞ്ചൈസി സ്റ്റോറിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്യുന്നത്. ആ കമ്പനി നമ്മളെന്താണ് ഭാവിയിൽ എന്താണ് ഫ്യൂച്ചറിൽ നമ്മൾ IPO-ലേക്ക് അറൗണ്ട് 5 to 7 years ആണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് IPO-ലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ സ്ട്രക്ചറിങ്ങും നമ്മളെ മോഡലും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ IPA സ്ട്രക്ചറിങ് ആണ്. ഞാൻ വളരെ ഓപ്പണായിട്ട് നിങ്ങൾ ടാക്സിൻ്റെ ഈ എമൗണ്ട് പറഞ്ഞാൽ ടാക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാണ്ട് IPO-ലേക്ക് ലോങ് വിഷനുള്ള ആളുകൾക്ക് ഇതൊന്നും ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. അതൊന്നും പോസിബിൾ അല്ല. ഇപ്പോൾ പല ആളുകളെ കണക്കുകൾ ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരാൾ 100,000 ക്യാഷ് ആയിട്ട് തരുന്നുണ്ട്. ഞാൻ അയാളുടെ മൂല്യം എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അയാൾ എൻ്റെ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്താലേ അയാൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന കാശ് ഇന്ന എഗ്രിമെന്റ് പ്രകാരം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അതിലേക്ക് ഷെയർ എടുത്തിട്ടുണ്ട്. അത് വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഞാൻ കൊടുത്തതിന് കണക്കുണ്ട്. മറ്റേത് ഒരു കണക്കും ഇല്ലാത്ത എന്താണ് അതൊരു ഇൻവെസ്റ്റർ മോഡൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ഇതൊരു അക്കൗണ്ടബിൾ ആണ്. ഞങ്ങൾക്ക് വി കനോട്ട് ടേക്ക് എന്താണ് പേഴ്സണൽ എന്താണ് റിസ്ക്. ഞങ്ങളൊരു എൻ്റർപ്രണറാണ്. ഒരു ലീഡർഷിപ്പ് എടുക്കുകയാണ്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നമ്മളൊരു ബിസിനസ് നടക്കുകയാണ്. നമുക്കൊരു പ്രോഫിറ്റിനും ലോസിനും എന്താണ് എല്ലാവർക്കും ഈക്വൽ ഷെയർസ് ആണ്. അവർക്കും വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിനിടയിൽ ഒരു 83 ബോണാണല്ലേ ബോണപ്പായിരുന്നു 83. ഇപ്പോൾ 83 ബോണ ഇപ്പോൾ 2026 ഈ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ പറയാം. കാരണം ഇതൊരു ചെറിയൊരു കാര്യമല്ല. ആ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് നിങ്ങളുടെ എമേർജിങ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺടർപ്രണേഴ്സിന് ഫൈനലായിട്ട് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വിസിറ്റ് ചെയ്ത കൺട്രീസ് നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോഴും എല്ലാ ആളുകളും അങ്ങനെ കാണും കൂടി വേണമെന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ അഭിപ്രായം. എക്സ്പോഷർ കിട്ടിയത് ഞാൻ ആദ്യം സ്വിറ്റ്സർലാൻഡ് കണ്ടതിന് ശേഷമാണ് മുറിക്കാപ്പ് ഉണ്ടാക്കിയത്. ഞാൻ എന്താണ് ലണ്ടനിൽ ലോർഡ്സ് 83 ക്രിക്കറ്റ് സ്റ്റേഡിയം വിസിറ്റ് ചെയ്ത ഭാഗമാണ് ക്രിക്കറ്റ് തീംഡ് റിസോർട്ട് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഞങ്ങൾ ഓരോ യാത്രകൾ ഓരോ പഠനമുണ്ട്. ഞാൻ എൻ്റെ ചെറിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞാൻ വയനാട്ടിൽ എൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വയനാട്. ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നല്ല ആർക്കിടെക്ചർ ഇല്ലാത്ത പോരായ്മയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ യൂറോപ്പ് പോയപ്പം അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ആ കൺട്രീനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് അവിടുത്തെ ആർക്കിടെക്ചറാണ്. ഇപ്പം ഞാനൊരു യൂറോപ്യൻ ആർക്കിടെക്ചറാണ്. യൂറോപ്യൻ ആർക്കിടെക്ചർ എന്നുകൊണ്ട് അതിനൊരു പ്രത്യേകമൊന്നുമില്ല. യൂറോപ്യൻ നമ്മളെന്താണ് ബഹുമാനിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു ആർട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും ഒരു ആർക്കിടെക്ചറിനെ വെക്കാതെ എന്താണ്. ഇപ്പം ഞാൻ ബ്രിങ് ചെയ്ത ഒന്ന് യൂറോപ്പാണ്, ഒന്ന് സ്വിറ്റ്സർലാൻഡാണ്, ഒന്ന് ഞാൻ എന്താണ് UK ബേസ്ഡ് ഡിസൈനാണ്, ഒന്ന് ആംസ്റ്റർഡാം ബേസ്ഡ് ഡിസൈൻ. ഐ എം ട്രൈ ടു മേക്ക് ആർ കൺട്രി ആൾസോ യൂറോപ്പ്. എൻ്റെ കൺട്രി, എൻ്റെ സ്ഥലം എന്താണ്, എൻ്റെ കൊച്ചു വയനാടിനെ ഞാൻ എന്താണ് അറ്റംപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു സ്ഥലം, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വളരെ ഇതായിട്ട് കണ്ടത് വളരെ ഗ്രോയിങ് ആയിട്ടുള്ള വളരെ പൊട്ടൻഷ്യലുള്ള പിന്നെ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ആഫ്റ്റർ ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ കേരളം തന്നെ. അത്രയും ആന്ത്രപ്രണേഴ്സ് വരികയാണ്, അത്രയും ഐഡിയാസ് വരികയാണ്. ദേ ആർ ട്രൈങ് ഹാർഡ്, ദേ ആർ പെർഫോമിങ് ഓൾസോ. അവരൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പുതിയ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. നമ്മളെല്ലാവരും സൊല്യൂഷൻ കണ്ടെത്താണ്. ഐ ആം ഹിയർ ടു ഗിവ് യു ദ സൊല്യൂഷൻ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്. അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഡ്യൂക്കേഷൻ തന്നെയാണ്, നോളജാണ്. എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ദ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ല ഞാൻ പറയുന്നത്, എഡ്യൂക്കേറ്റിംഗ് എവറി ഡേ എഡ്യൂക്കേഷൻ ചെയ്യണം എന്നുള്ള പേഴ്സണൽ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുകൾ ഈ കമ്മിങ് സൺഡേയിൽ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്, ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ട്. എവറിത്തിങ് ഹാസ് എ സയൻസ്. ഈ സയൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അറിവ് തേടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എന്താണ് ഇതിലേക്ക് സ്റ്റെപ്പ്. അല്ലെങ്കിൽ ആവേശത്തിൻ്റെ പുറത്തും വെറുതെ നിങ്ങൾ എന്താണ് ഒരു ഇൻവെസ്റ്റർ പൈസയും വേസ്റ്റ് ആക്കരുത്, നിങ്ങളെ സമയവും വേസ്റ്റ് ആക്കരുത്. നിങ്ങളതിനെക്കുറിച്ച് അറിവ് കുറച്ച് സമയം എടുത്ത് പഠിച്ചിട്ട് എന്താണ് സ്കെയിലബിൾ ബിസിനസ് മോഡൽ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 years ടൈമാണ് ഞാൻ ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 2 years ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ വെരി സിമ്പിൾ എക്സാമ്പിൾ പറയാം. 2006 നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 വാട്ട് ഐ വോണ്ട് ടു ബി ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടായിരിക്കണം, ലോങ് ടേം ഗോൾ ഉണ്ടായിരിക്കണം. ഞാൻ ഷോർട്ട് ടേം ബജറ്റിങ് തയ്യാറാക്കണം. ആ ബജറ്റ് തയ്യാറാക്കാൻ ഏകദേശം ഐ ബിലീവ് അറൗണ്ട് 250 pages ആണ് ആ ഷോർട്ട് ടേം ബജറ്റ് തയ്യാറാക്കുന്നത്. ഞാൻ ഓരോ ബജറ്റ് ഞാൻ തയ്യാറാക്കണം. എൻ്റെ റവന്യൂ എത്രയാണെന്ന് ഞാൻ അറിയണം, എൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് അറിയണം. അത് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എത്ര നമ്മളെ വിഷൻ പ്ലാനായിട്ട് കണക്ട് ചെയ്യണം. ഞാൻ ഇത്ര സ്റ്റോർ തുടങ്ങുകയാണ്, ഇത്ര മാർക്കറ്റിംഗ് ബജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഇത്ര ഏരിയയിൽ ഞാൻ ഇത്ര ബജറ്റ്. ഇതൊക്കെ വളരെ ഒരുപാട് സയൻസാണ്. ഇതിന് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾസുകളുണ്ട്. ഈ ടൂൾസിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വെറുതെ എടുത്ത് ചാടിയിട്ട് എന്താണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ആരും കൊണ്ടിലൊക്കെ ചെയ്തിട്ടൊന്നും ഈ പരിപാടിക്ക് ഇറങ്ങരുത്. നിങ്ങൾക്ക് ആശയം ഉണ്ടാവും, നല്ല ഐഡിയ ഉണ്ടാവും, അത് ചിലപ്പോൾ എന്താണ് മറ്റുള്ളവരും ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നും. ഇതിന് നിങ്ങളടുത്ത് എന്താണ് കോമ്പറ്റീറ്റീവ് സ്കില്ലുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാനിപ്പോൾ എന്നോട് ചോദിച്ചത് പല ആളുകളും എല്ലാവർക്കും എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഒന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ്സും ലോഡ്ജിങ് ബിസിനസ്സും ഒന്ന് ജ്വല്ലറി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഞാൻ എന്താണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവറി ഡേ എല്ലാ മൊമെൻറ്റിലും എന്താണ് പഠിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ്, അതിനുള്ള റിസോഴ്സ് യൂസ് ചെയ്യണം, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഇൻ-ഹൗസ് സ്ട്രാറ്റജിക് കൺസൾട്ടൻ്റ് ഉണ്ട്. നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ, ഞാനൊരു ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ നെവർ ടേക്ക് ഫോർ എന്താണ് ഒരു പേഴ്സണൽ ബയാസിൻ്റെ മുകളിൽ ഒരിക്കലും ഡിസിഷൻ ചെയ്യരുത്. യു ഹാവ് ടു ലേൺ എവറിത്തിങ്. എന്താണ് എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് തീരുമാനം നിങ്ങൾ എടുക്കുക. പക്ഷെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്താണ് ഗ്യാദർ ദ ഇൻഫർമേഷൻ. ഡാറ്റ വെച്ചിട്ട് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ഇത്ര ഏതാണ് കസ്റ്റമർ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എത്തേണ്ടത്, ഇത്ര ഐ നോ മൈ കസ്റ്റമർ. ഞാൻ 25 million, ഇവിടെ ആകെ 13 million ഉള്ളൂ. പക്ഷേ ഞങ്ങളെ ബ്രാൻഡ് ലാസ്റ്റ് ഇയർ വരെ 25 million ആളുകളെടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഐ നോ എന്താണ് അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിന് ടെക്നോളജി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ChatGPT ചോദിച്ചാൽ മതി. ഈ ഡീറ്റെയിൽസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇൻപുട്സ് കൊടുത്തുകൊണ്ട് എന്താണ് അത് നിങ്ങളൊരു തോട്ട് പ്രോസസ്സും നിങ്ങളതിൽ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് പറ്റുള്ളൂ. പുഷ് യുവർ സെൽഫ്.
യെസ്. സോ ഇത് ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഇപ്പം ഈ തിരക്കിനിടെയുള്ള പേഴ്സണൽ സ്റ്റോറി, ലൈഫ് സ്റ്റോറീസൊക്കെ നമുക്കൊരു നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാനുണ്ട്. സോ ഒരു ചെറിയ സമയം കൊണ്ട് ഒരുപാട് ഇൻസൈറ്റ് നമുക്ക് തന്നു. ഇത് മുഴുവനായിട്ടും കണ്ടിരുന്ന ആളുകൾക്ക് ഒരു ബിസിനസ്, ഒരു എമർജിങ് ഓൺടർപ്രണർ ആണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു വലിയ ഒരുപാട് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതൊരു പക്ഷേ നമ്മൾ 2026 തുടക്കത്തിലാണുള്ളത്. ആ ഒരു 2026 ഒരുപാട് പുതിയ തീരുമാനങ്ങളും ആയിട്ട് ഓൺട്രപ്രണേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇറ്റ് വിൽ ബി എ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്